സുപ്രഭാതം. ഒരു ദിവസം വീട്ടുമുറ്റത്തെ ഒരു ചെടി ശ്രദ്ധിച്ചു. കാലങ്ങളായി വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു, പരിപാലിക്കുന്നു. പക്ഷെ അത് വളരുന്നില്ല. ഇലകൾ ഉണങ്ങുന്നു. എത്ര ശ്രമിച്ചിട്ടും അതിന് ജീവൻ തിരികെ വരുന്നതായി തോന്നിയില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ജീവിതത്തിലും ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. നമ്മൾ സമയം നൽകും, ശ്രദ്ധ നൽകും, സ്നേഹം നൽകും, വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷെ മറുവശത്തു നിന്ന് അതേ താല്പര്യം കാണുന്നില്ല. അവിടെ സ്നേഹം ഒരു സന്തോഷമല്ലാതാകുന്നു, ഒരു ബാധ്യതയായി മാറുന്നു. പലപ്പോഴും നമ്മൾ കരുതുന്നത് കൂടുതൽ സ്നേഹിച്ചാൽ എല്ലാം ശരിയാകും എന്നാണ്. പക്ഷെ എല്ലാ ബന്ധങ്ങളും സ്നേഹം കൊണ്ട് മാത്രം നിലനിൽക്കില്ല. അവിടെ പരസ്പര ബഹുമാനവും കരുതലും ആഗ്രഹവും ഉണ്ടായിരിക്കണം. ഒരാൾ മാത്രം പിടിച്ചു നിർത്തുന്ന ബന്ധങ്ങൾ അധികകാലം നിലനിൽക്കില്ല. കാരണം ബന്ധങ്ങൾ രണ്ടു വശത്തു നിന്നും പിടിക്കുമ്പോഴാണ് നിലനിൽക്കുന്നത്. ഒരാൾ കൈവിട്ടാൽ മറ്റൊരാൾ എത്ര ശക്തിയായി പിടിച്ചാലും ഒടുവിൽ ക്ഷീണിക്കും. അതിനാൽ മാറിപ്പോയവരെയും മടുത്തുപോയവരെയും മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുക എന്നത് വെറുക്കുക എന്നല്ല, അവരെക്കുറിച്ച് ദോഷം ചിന്തിക്കുക എന്നുമല്ല. അതൊരു യഥാർത്ഥ്യം അംഗീകരിക്കലാണ്. എല്ലാവരും നമ്മുടെ യാത്രയിൽ അവസാനം വരെ കൂടെ ഉണ്ടാകണമെന്നില്ല. ചിലർ ഒരു അധ്യായം മാത്രമാണ്, ചിലർ ഒരു പാഠമാണ്, ചിലർ ഒരു ഓർമ്മയാണ്. അവരെ അതുപോലെ തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ട നിമിഷങ്ങൾ ജീവിതത്തിൽ വരും. കാരണം ഒരു പരിധി കഴിഞ്ഞാൽ സ്നേഹവും ചിലർക്കൊക്കെ ബാധ്യതയാകുന്നു. അപ്പോൾ സ്നേഹത്തിൻ്റെ പേരിൽ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തരുത്, സ്വന്തം മനസ്സമാധാനം നഷ്ടപ്പെടുത്തരുത്. നമ്മളെ വിലമതിക്കാത്ത ഒരാളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ച് നമ്മളെ സ്നേഹിക്കുന്നവരെ അവഗണിക്കരുത്. ജീവിതത്തിലെ ഏറ്റവും വലിയ പക്വതകളിലൊന്ന് ഇതാണ്. ആരെയാണ് ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടത് എന്നും ആരെയാണ് നന്ദിയോടെ വിട്ടയക്കേണ്ടത് എന്നും തിരിച്ചറിയുക. കാരണം എല്ലാ വാതിലുകളും തുറന്നു വയ്ക്കേണ്ടതില്ല. ചിലത് അടയ്ക്കേണ്ട സമയവും വരും. വെറുപ്പുകൊണ്ടല്ല, മനസ്സമാധാനത്തിനു വേണ്ടി. ഇന്നത്തെ ദിവസം വെറുതെ കടന്നു പോകുന്ന മറ്റൊരു ദിവസമാകാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും സൃഷ്ടിക്കുന്ന ദിവസമാകട്ടെ. ഏറ്റവും ഫലപ്രദമായ ഒരു ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സുപ്രഭാതം. സന്തോഷത്തോടെ ഇരിക്കൂ, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകൂ. നാളെ വീണ്ടും ഒരു പുതിയ ചിന്തയുമായി മോർണിംഗ് മന്ത്രയിൽ കാണാം. നന്ദി.